വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കൊല്ലം മേഖലാ ധർണ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ കൊട്ടാരക്കര കെഎസ്ആർടിസി ഡിപ്പോയ്ക്ക് മുന്നിൽ നടന്ന ധർണ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഈ പെൻഷൻ തകർക്കുന്ന ഈ സമീപനത്തിനെതിരായി നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ചേർന്നിട്ട് മുഴുവൻ കെഎസ്ആർടിസി ഡിപ്പോകൾ കേന്ദ്രമാക്കിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണ സമിതികൾ എടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം ഒറ്റ മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി സംസ്ഥാനത്തെയും ജില്ലയിലെയും എല്ലാ യുവജനങ്ങളും മനുഷ്യശ്രീകളും ഉണ്ടാകുമെന്ന കാര്യം മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്രയും അധികം പേര് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുന്നുണ്ട്. പെൻഷനായവർക്ക് ആരോഗ്യപരമായി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിന് പരിഹാരം കാണുമെന്നും പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്നും എസ് ജയമോഹൻ പറഞ്ഞു. ഓർഗനൈസേഷൻ കൊല്ലം മേഖലാ പ്രസിഡന്റ് സി രാമകൃഷ്ണപിള്ള അധ്യക്ഷനായി. പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക, എല്ലാ മാസവും ആദ്യ പ്രവൃത്തി ദിവസം പെൻഷൻ നൽകുക, കെഎസ്ആർടിസിയെ രക്ഷിക്കാൻ ലോട്ടറി സംരംഭം ആരംഭിക്കുക, ബന്ദ് ഹർത്താൽ ദിനത്തിൽ പ്രതിവർഷം കെഎസ്ആർടിസി നേരിടുന്ന 375 കോടി രൂപയുടെ നഷ്ടം സർക്കാർ നൽകുകയോ ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കി നൽകുകയോ ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി വി താമരാശൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി പി മുരളീധരൻപിള്ള, പവിത്രേശ്വരം പഞ്ചായത്ത് അംഗം ഡി ഓമനയമ്മ, കെഎസ്എസ്പിയു കൊട്ടാരക്കര ബ്ലോക്ക് പ്രസിഡന്റ് ആർ നാരായണപിള്ള, കെഎസ്ഇബി പെൻഷനേഴ്സ് യൂണിയൻ സെക്രട്ടറി മുരളീധരൻപിള്ള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.